സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കും. ആ ഗെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇൻട്രോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ആദ്യം കാണിക്കുന്നത് സ്റ്റീവിനെയാണ്. ഇവന് കുട്ടിക്കാലം മുതൽക്കേ ഒരാഗ്രഹം, അത് അവന്റെ സ്വപ്നം കൂടെയാണ്. അതായത് ഇവന് മൈൻ ചെയ്യണം. അതിനുവേണ്ടി ഒരു മൈൻ ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ അവൻ പോയി നോക്കി. എന്നാൽ ആ മൈനിങ് ചെയ്യുന്ന മലയ്ക്കകത്തേക്ക് കുട്ടികൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ജോലിക്കാരൻ അവൻ അവിടെ നിന്ന് ഓടിച്ചു വിടാണ്. അങ്ങനെ സ്റ്റീവ് വളർന്നു വലുതായി. അവനിപ്പം ഒരു സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അവനെ സംബന്ധിച്ചിട്ട് വളരെ മടുപ്പിക്കുന്ന ഒരു ജോലിയായിരുന്നു അത്. എന്നും എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, ജോലിക്ക് വരിക, ഇതല്ലാതെ അവന്റെ ജീവിതത്തിൽ വേറെ ഒന്നും നടക്കുന്നില്ല. മാത്രമല്ല അവൻ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇപ്പൊ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൻ വളരെ നിരാശയിലാണ്. അങ്ങനെ ഒരു ദിവസമാണ് അവന്റെ പഴയ സ്വപ്നത്തെക്കുറിച്ച് ഒരു ഓർമ്മ വരുന്നത്. അതായത് മൈനിങ്. ഓർമ്മ വന്ന നിമിഷം തന്നെ അവനൊരു മഴവുമായിട്ട് അവന്റെ ആ പഴയ മലയുടെ അടുത്തേക്ക് പോവാണ്. ഇപ്പോഴും ആ കിളവൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ സ്റ്റീവ് വളർന്നു വലുതായല്ലോ, അതുകൊണ്ട് അവൻ ആ കിളവനെയൊക്കെ കബളിപ്പിച്ചിട്ട് ആ മലയ്ക്കകത്തേക്ക് കയറാണ്. എന്നിട്ട് ആ മലയുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവന്റെ ഇഷ്ടം പോലെ മൈൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൈൻ ചെയ്യുന്നതിനിടയിലാണ് അവനൊരു സാധനം കിട്ടുന്നത്, ഒരു നീല കളറുള്ള ക്യൂബ്. അത് മാത്രമല്ല വേറൊരു ബോക്സ് പോലെ എന്തോ കിട്ടുന്നുണ്ട്. ഈ ക്യൂബിനെ പറയുന്നത് ഓർബ് എന്നാണ്. ആ ബോക്സ് പോലെ ഇരിക്കുന്നതിനെ പറയുന്നത് എർത്ത് ക്രിസ്റ്റൽ. അങ്ങനെ അത് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ അതിനെ ഒരുമിച്ച് അങ്ങോട്ട് ജോയിൻ ചെയ്യാണ്. പിന്നീട് അവൻ കണ്ടത് ഒരു അത്ഭുതപ്പെടുന്ന കാഴ്ചയായിരുന്നു. അതെ, അവന്റെ മുന്നിലായിട്ട് ഒരു വലിയ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നു, അതും മറ്റൊരു ലോകത്തേക്കുള്ളത്. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ആ പോർട്ടലിന്റെ അപ്പുറത്തേക്ക് കിടക്കാണ്. അങ്ങനെ അവൻ എത്തിച്ചേരുന്നതാണ് മൈൻക്രാഫ്റ്റിന്റെ ലോകം. ഈ സ്ഥലത്തിന് പറയുന്നത് ഓവർവേൾഡ് എന്നാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്റ്റീവ് ആഗ്രഹിച്ച പോലെ അവൻ അവിടെ ഇഷ്ടം പോലെ വീടുകൾ പണിയാൻ തുടങ്ങി. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും അവൻ വൂള് കൊണ്ടുള്ള ഒരു വീടുണ്ടാക്കി. ഇപ്പൊ അവൻ അതിനകത്തിരിക്കുകയാണ്. എന്നാൽ രാത്രി ആയപ്പോഴാണ് മറ്റൊരു പ്രശ്നം അവന് നേരിടേണ്ടി വന്നത്. കുറച്ച് പിശാചുക്കൾ അവന്റെ വീട് അറ്റാക്ക് ചെയ്യാൻ വന്നു. പക്ഷെ വാതിലടച്ചതുകൊണ്ട് അവർക്ക് വീടിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. സ്റ്റീവ് ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. തനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഈ ഒരു അവസരത്തിൽ അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് അവനൊരു ഓരിയടൽ കേൾക്കുന്നത്. സ്റ്റീവ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതൊരു ചെന്നായയായിരുന്നു. ഇപ്പോഴാ ചെന്നായ അങ്ങോട്ട് വന്നത് സ്റ്റീവിനെ തിന്നാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സ്റ്റീവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു എല്ലെടുത്തിട്ട് ആ ചെന്നായ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ ചെന്നായ അവന്റെ ഒരു കൂട്ടുകാരനായി മാറുകയും ചെയ്തു. ഈ ചെന്നായ്ക്ക് അവൻ ഇടുന്ന പേരാണ് ഡെന്നിസ്. പിന്നീട് അങ്ങോട്ട് സ്റ്റീവും ഡെന്നിസും കൂടെയാണ് ആ ലോകത്തിങ്ങനെ കറങ്ങി നടന്നത്. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റീവ് അവിടെ വലിയൊരു സിറ്റി തന്നെ പണിതു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം പൊട്ടിപ്പൊളിഞ്ഞൊരു കവാടം അവൻ കാണുന്നത്. കറുത്ത നിറത്തിലാണ് അതിരുന്നത്. മാത്രമല്ല അതിലേക്ക് കുറെ വള്ളികളൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ അവൻ ആ കേടുവന്ന കവാടം ശരിയാക്കാണ്. അതോടുകൂടെ ആ കവാടത്തിലായിട്ട് മറ്റൊരു പോർട്ടൽ കൂടെ ഓപ്പൺ ആയി. ശരിക്കും അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നത്. അങ്ങനെ ആ പോർട്ടൽ ഓപ്പൺ ആയത് കാണുമ്പോൾ ഡെന്നിസ് വേഗം തന്നെ ആ പോർട്ടലിനകത്തേക്ക് കയറാണ്. ഡെന്നിസ് പോയത് കാണുമ്പോൾ സ്റ്റീവ് അവന്റെ പുറകെ ചെന്നു. എന്നാൽ അവര് വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവരിപ്പോ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു നരകം പോലത്തെ ലോകത്താണ്. അവിടെ കുറെ പന്നികളാണ് ഉണ്ടായിരുന്നത്. ഈ പന്നികളെ പറയുന്നത് പിഗ്ലിൻ എന്നാണ്. ഇവരുടെ ഈ ലോകത്തെ പറയുന്നത് നെതർ എന്നും. ഈ ലോകത്തിന് ഒരു റൂളർ ഉണ്ട്, അതൊരു വിച്ചാണ്. അതിന്റെ പേര് മൽഗോഷ എന്നാണ്. സ്റ്റീവിനെയും അവന്റെ കയ്യിലുള്ള ഓർബും കാണുമ്പോൾ മൽഗോഷ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അനുയായികളെ കൊണ്ട് സ്റ്റീവിനെയും ഡെന്നിസിനെയും പിടിപ്പിക്കുകയാണ്. എന്നിട്ട് അവരെ തടവിലാക്കുകയും ചെയ്തു. ഈ മൽഗോഷ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് സ്വർണം കുഴിച്ചെടുക്കലാണ്. അതിന് എത്ര സ്വർണം കിട്ടിയാലും മതിയാവത്തില്ല. ഇത് ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് ആ ഓർബിന് വേണ്ടിയിട്ടായിരുന്നു. ഓർബ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മൽഗോഷയ്ക്ക് ഈ ഓവർ വേൾഡും സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പം അത് ആഗ്രഹിച്ച പോലെ ആ ഓർബ് അതിന്റെ കയ്യിൽ കിട്ടി. സ്റ്റീവും ഡെന്നിസും ആണെങ്കിൽ ജയിലിലാവുകയും ചെയ്തു. ഇപ്പൊ സ്റ്റീവൻ ഒരു കാര്യം മനസ്സിലായി, ഈ മൽഗോഷയുടെ പ്ലാൻ ഓവർവേൾഡ് നശിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും അവൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് അവന്റെ മാത്രം ലോകമാണ്. അതുകൊണ്ട് അന്ന് തന്നെ അവൻ ആ ഓർബ് അവിടെ നിന്ന് അടിച്ചു മാറ്റി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഓർബ് അടിച്ചു മാറ്റി എന്ന് അറിഞ്ഞിട്ട് ആ പിഗ്ലിൻസ് ഒക്കെ അവന്റെ പുറകെ വരാൻ തുടങ്ങി. ഈ സമയം സ്റ്റീവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർബ് എടുത്തിട്ട് ഡെന്നിസിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കാനാണ് സ്റ്റീവ് അവന്റെ അടുത്ത് പറയുന്നത്. ഡെന്നിസ് ആണെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അങ്ങനെ പിഗ്ലിൻസ് എല്ലാവരും കൂടെ വന്നിട്ട് സ്റ്റീവിനെ വീണ്ടും പിടിച്ചു. ഇതേ സമയം തന്നെ ഡെന്നിസ് നേരെ പോകുന്നത് ആ പോർട്ടലും ചാടി ഓവർവേൾഡിലേക്കാണ്. എന്നാൽ അവൻ അവിടെയും നിൽക്കുന്നില്ല, പിന്നെയും മുന്നോട്ട് ഓടുകയാണ്. ഈ സമയത്താണ് ആ പിഗ്ലിൻസ് ഒക്കെ ഓവർവേൾഡിലേക്ക് വരുന്നത്. എന്നാൽ ഈ പിഗ്ലിൻസിന് ഒരു കുഴപ്പമുണ്ട്, അവർക്ക് സൂര്യപ്രകാശം ഏൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ അവരുടെ ശരീരം മൊത്തം കത്തിപ്പോവും. അങ്ങനെ അവർക്ക് സൂര്യപ്രകാശം ഏൽക്കുന്നതോടുകൂടെ അവരുടെ ശരീരം മൊത്തം കത്തിപ്പോവാണ്. അങ്ങനെ ഡെന്നിസ് ആ ഓർമ്മയുമായിട്ട് അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ അവൻ ഓവർവേൾഡിലെ പോർട്ടലും കടന്നിട്ട് നേരെ ഭൂമിയിലേക്കാണ് പോകുന്നത്. ഭൂമിയിലെ സ്റ്റീവിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് അവൻ ആ ഓർബ് എടുത്തിട്ട് ആ വീടിന്റെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. ഇനിയിപ്പം ആ ഓർബ് സേഫ് ആണ്. മൽഗോഷ ഒരിക്കലും അതും അന്വേഷിച്ചിട്ട് ഭൂമിയിലേക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ ആ ഓർബിന്റെ കാര്യം സേഫ് ആക്കുമെങ്കിലും ഡെന്നിസ് ഇപ്പൊ തിരിച്ചു പോകുന്നില്ല. അവനിപ്പോ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇനി കാണിക്കുന്നത് ഈ കഥയിലെ അടുത്ത നായകൻ. ഇവന്റെ പേര് ഗ്യാരറ്റ് എന്നാണ്. ക്യാരറ്റ് അല്ല, ഗ്യാരറ്റ്. ഇവനെ ദ ഗാർബേജ് മാൻ എന്ന് വിളിക്കും. 1980 ഒരു ഗെയിമിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു ഇവൻ. ഇവനിപ്പം ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ആണ് നടത്തുന്നത്. അതിന്റെ പേരാണ് ഗെയിം ഓവർ വേൾഡ്. ഇങ്ങനെ ഒരു ലൈഫാണ് ഇവന്റേത്. ഗെയിമിംഗ് സ്റ്റുഡിയോ ആണെങ്കിലും ആള് നല്ല പോലെ കടത്തിലാണ്. അങ്ങനെ ഒരു ദിവസം ഗ്യാരറ്റ് നേരെ പോയിരിക്കുന്നത് ലേലം നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ ലേലത്തിൽ പിടിച്ചിട്ട് അത് മറച്ചു വെക്കുക, അതാണ് അവന്റെ പ്ലാൻ. അങ്ങനെ അവിടെ ലേലം ആരംഭിച്ചു. ഒരു റൂമിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും ഗ്യാരറ്റ് ലേലത്തിൽ പിടിച്ചു. ആ സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റീവിന്റെ സാധനങ്ങളാണ്. അറ്റാരി കോസ്മോസ് എന്നൊരു ഗെയിമിംഗ് കൺസോൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അയാൾ അത് ലേലത്തിൽ വെച്ചത്. എന്നാൽ ഗ്യാരറ്റ് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആ കോസ്മോസിന്റെ ബോക്സ് ഇരിപ്പുണ്ട്. എന്നാൽ അതിനകത്ത് ആ കൺസോൾ ഇല്ല. പകരം അതിനകത്തുണ്ടായിരുന്ന ആ ഓർബും ക്രിസ്റ്റലും ആയിരുന്നു. അവൻ ആ ബോക്സ് തുറന്നപ്പോ അത് താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ഗ്യാരറ്റ് ആണെങ്കിൽ ആ കോസ്മോസ് കിട്ടാത്തതിന്റെ ഭ്രാന്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ഓർബും ക്രിസ്റ്റലും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ലേലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടിയതായി എന്നും പറഞ്ഞിട്ട് അവൻ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവന്റെ കടയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇനി കാണിക്കുന്നത് ഈ കഥയിൽ അടുത്ത ക്യാരക്ടേഴ്സ് ആണ്. ഇതിൽ ഈ പെണ്ണിന്റെ പേര് നതാലി എന്നും പയ്യന്റെ പേര് ഹെൻറി എന്നുമാണ്. ഇവര് സിബ്ലിങ്സ് ആണ്. ഇപ്പൊ ഇവരുടെ അമ്മ മരിച്ചതിനെ തുടർന്ന് അവര് ഗ്യാരറ്റ് താമസിക്കുന്ന സിറ്റിയിലേക്ക് മൂവ് ആയി. ഇപ്പൊ അവിടെ ഒരു വീടൊക്കെ മേടിച്ച് അതിലേക്ക് താമസിക്കാൻ പോവാണ് അവര്. ഈ വീട് അവർക്ക് വിറ്റ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ പേര് ഡോൺ എന്നാണ്. ഈ സമയത്താണ് അവർ പരസ്പരം പരിചയപ്പെടുന്നത്. ഈ ഡോണിന് റിയൽ എസ്റ്റേറ്റ് അല്ലാതെ മറ്റൊരു ബിസിനസ്സും കൂടെ ഉണ്ട്. അതൊരു മൊബൈൽ സൂ ആണ്. അതായത് അവളുടെ ഒരു വണ്ടിയിൽ ഈ മൃഗങ്ങൾ എങ്ങനെ കൊണ്ടു നടന്ന് എല്ലാരും കാണിക്കും. അങ്ങനെ അവരുടെ പുതിയ വീട്ടിൽ സെറ്റിൽ ആയതിനു ശേഷം ഹെൻറി ഉടനെ തന്നെ അവന്റെ ആ വീടിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവൻ എത്തിപ്പെടുന്നത് ഗ്യാരറ്റിന്റെ ആ ഗെയിം ഓവർ വേൾഡിലാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഗെയിമിംഗ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട എന്ന് പറയുമ്പോൾ ഭയങ്കര കൗതുകമാണല്ലോ. അതുപോലെ തന്നെ ഹെൻറിക്കും ഈ ഗെയിം ഓവർ വേൾഡ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കടയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം അവൻ നേരെ അവന്റെ സ്കൂളിലേക്കാണ് പോകുന്നത്. ഇന്നാണ് ഇവന്റെ സ്കൂളിൽ ഇവന്റെ ഫസ്റ്റ് ഡേ. അതുകൊണ്ട് തന്നെ ആദ്യം അവൻ പ്രിൻസിപ്പളിനെയാണ് പോയി മീറ്റ് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പളിന്റെ പേര് മാർലിൻ എന്നാണ്. അങ്ങനെ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്തതിനു ശേഷം അവൻ നേരെ ക്ലാസ്സിലേക്ക് എത്തി. ഈ സമയം അവിടുത്തെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രിൻസിപ്പളായ മാർലറ്റിന്റെ ഹസ്ബൻഡാണ് അവർക്കിപ്പോ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സ്പെരിമെന്റിന്റെ ടൈമായി. ഹെൻറി ഇപ്പം അവർക്കൊരു എക്സ്പെരിമെന്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഇവൻ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അവനിപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ജെറ്റ് പാക്ക് ആണ്. കുട്ടികളുടെ മുമ്പിൽ അവൻ അത് പറപ്പിക്കാൻ തുടങ്ങി. അത് മര്യാദയ്ക്ക് പറക്കുന്നുണ്ടെങ്കിലും കുറെ പറന്നതിന് ശേഷം അത് നേരെ പോയിട്ട് അവിടെ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ചെന്നിടിക്കുകയാണ്. അതോടുകൂടെ അതിന്റെ മുകൾ ഭാഗങ്ങളൊക്കെ തകർന്നു വീണു. എന്നാൽ ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ ഹെൻറി കാരണം അത് തകർന്നതുകൊണ്ട് അവനിപ്പോ പ്രിൻസിപ്പൾ അവരുടെ റൂമിലേക്ക് വിളിപ്പിച്ചു. നിന്റെ ഗാർഡിയൻ വന്നാലേ നിന്നെ ഇനി ഇവിടുന്ന് വിടത്തുള്ളൂ എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. ഈ സമയം ഹെൻറി ആദ്യം അവന്റെ ചേച്ചിയെ വിളിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ സംഭവം ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല വഴക്ക് കിട്ടും എന്ന കാര്യം ഹെൻറിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗ്യാരറ്റിനെ വിളിക്കുകയാണ്. എന്റെ അങ്കിളായിട്ടൊന്നും ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചിട്ട്. ഗ്യാരറ്റിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അവന്റെ അങ്കിളായിട്ട് അങ്ങോട്ട് വന്നു. എന്നിട്ട് പ്രിൻസിപ്പളിന്റെ അടുത്തുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഹെൻറിയെയും വിളിച്ചുകൊണ്ട് അവന്റെ കടയിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ രണ്ടാമത് ആ കടയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അവൻ ആ ഓർബും ക്രിസ്റ്റലും ശ്രദ്ധിക്കുന്നത്. അവൻ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ സമയം വല്ലാത്തൊരു എനർജി അതിൽ നിന്ന് വരുന്നുണ്ട്. എന്തോ അവനെ പിടിച്ച് വലിക്കുന്ന പോലെ. അങ്ങനെ അതിനെ തുടർന്ന് അവർ ആ എനർജിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് മറ്റേ സ്റ്റീവിന്റെ ആ മലയ്ക്കുള്ളിലേക്കാണ് അവരെ കൊണ്ടുവന്നത്. അതിനകത്ത് എത്തിക്കഴിയുമ്പോൾ ആ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവർക്ക് മുന്നിലായിട്ട് ആ പോർട്ടൽ ഉണ്ട്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഹെൻറിയെ കാണാത്തോണ്ട് അവനെയും ട്രാക്ക് ചെയ്ത് നതാലിയും ഡോണും കൂടെ ആ മലയ്ക്കുള്ളിലേക്ക് എത്തി. നതാലി അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഹെൻറിയെ വഴക്കു പറയാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ പോർട്ടലിൽ ഹെൻറി അതിന്റെ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുന്നത്. അവൻ ആ പോർട്ടലിന്റെ അകത്തേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവരും അവന്റെ പുറത്ത് കയറി പിടിച്ചു. അങ്ങനെ എല്ലാവരും ആ പോർട്ടലിന്റെ ഉള്ളിലൂടെ ആ ഓവർവേൾഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ അത്ഭുത ലോകം കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അതിനിടയിൽ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഈ ഓവർവേൾഡിലുള്ള ഒരാളും കാണുന്നുണ്ട്. അയാളെ നോക്കുമ്പോൾ അവിടെ ആ പോർട്ടൽ ഓപ്പൺ ആയി കിടക്കുകയാണ്. അത് ഉടനെ തന്നെ ആ പോർട്ടൽ വഴി നേരെ എർത്തിലേക്കാണ് പോകുന്നത്. ഇതേ സമയം തന്നെ മൽഘോഷയാണെങ്കിൽ ആ ഓർബ് തിരിച്ച് ഓവർവേൾഡിലേക്ക് വന്നു എന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൽഘോഷ നേരെ പോകുന്നത് സ്റ്റീവിന്റെ അടുത്തേക്കാണ്. അതിപ്പോ ഡെന്നിസിന്റെ തൊടലും എടുത്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഡെന്നിസ് അവരുടെ കയ്യിലില്ല, അവൻ ഭൂമിയിലാണ്. എന്നാൽ ആ കാര്യം സ്റ്റീവൻ അറിയത്തില്ലല്ലോ. ഇപ്പൊ മൽഘോഷ അവന്റെ അടുത്ത് പറയുന്നത് ആ ഓർബ് ഇങ്ങോട്ട് തിരിച്ചു വന്നു, മര്യാദയ്ക്ക് പോയിട്ട് നീ അതിന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഡെന്നിസിനെ ഞങ്ങൾ കൊന്നുകളയുന്നതാണ്. ഡെന്നിസിന്റെ ആ ബെൽറ്റ് അവരുടെ കയ്യിൽ കാണുമ്പോൾ അവൻ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഹെൻറിയും കൂട്ടരും എങ്ങോട്ടൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി കഴിയുമ്പോഴാണ് ആ ക്രീപ്പേഴ്സ് ഒക്കെ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ ഓട്ടത്തിന്റെ ഇടയിലാണ് നമ്മുടെ ഗ്യാരറ്റ് ഒരു കുഴിക്കുള്ളിലേക്ക് വീണു വന്നത്. ഈ സമയം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഹെൻറിയുടെ തല ഒരു മരത്തിൽ ചെന്നിടിക്കുന്നത്. അത് ഇടിച്ചതോടുകൂടെ മരത്തിന്റെ ആ ബ്ലോക്ക് മാത്രം ചെറിയൊരു ബ്ലോക്കായിട്ട് മാറി. ആ കാഴ്ച അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻറിക്ക് ശരിക്കും അത്ഭുതമായി. അവൻ ചെന്നിട്ട് ആ ബ്ലോക്ക് എടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവനൊരു കാര്യം മനസ്സിലായി. ആ ബ്ലോക്ക് വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പറ്റും.
അങ്ങനെ അവൻ പിന്നെയും ബ്ലോക്കുകൾ എടുത്തിട്ട് അവിടെ ഒരു ബിൽഡിംഗ് പണിയാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും ഇപ്പൊ അതിന്റെ അകത്ത് കയറി നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ക്രീപ്പേഴ്സ് ഒക്കെ അവർ അറ്റാക്ക് ചെയ്യാനും വരുന്നുണ്ട്. അങ്ങനെ അവർ ആ ബിൽഡിംഗ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ഗ്യാരറ്റ് അങ്ങോട്ട് വരുന്നത്. അവൻ നോക്കുമ്പോൾ അവിടെയുള്ള ആ ബിൽഡിംഗിന്റെ വെളിയിലായിട്ട് ആ ഓർബ് കിടക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അത് കയ്യിലെടുത്തു. എന്നാൽ ഈ സമയത്താണ് ആ ക്രീപ്പേഴ്സ് ഒരു ആരോ ഷൂട്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് ആ ഓർബിനാണ് കൊള്ളുന്നത്. അതോടുകൂടെ അതിലുണ്ടായിരുന്ന ക്രിസ്റ്റല് പൊട്ടിപ്പോയി. ഇപ്പൊ ആ ഓർബ് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ആ ക്രിസ്റ്റല് പൊട്ടിപ്പോയതോടുകൂടെ എർത്തിൽ നിന്ന് ഓവർവേൾഡിലേക്കുള്ള ആ പോർട്ടലും അങ്ങോട്ട് ക്ലോസ് ആയിപ്പോയി. അങ്ങനെ എല്ലാവരും നേരെ ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ക്രീപ്പേഴ്സ് എല്ലാവരും കൂടെ ആ ബിൽഡിങ്ങിന്റെ താഴെ ഭാഗം മൊത്തം തകർത്തു. അതിനുശേഷം അവർ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയം ഹെൻറിയും ടീമും ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. ആ ക്രീപ്പേഴ്സ് ഒക്കെ അങ്ങോട്ട് വരുന്നത് കണ്ട് എന്ത് ചെയ്യണം എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ ക്രീപ്പേഴ്സ് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റീവ് അവിടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ ക്രീപ്പേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നേരം വെളുക്കുന്നത്. അതോടുകൂടെ ആ ക്രീപ്പേഴ്സ് ഒക്കെ കത്തിപ്പോവാണ്. അങ്ങനെ അമ്മമാരുടെയൊക്കെ പണി തീർന്നു കഴിയുമ്പോൾ സ്റ്റീവ് ഹെൻറിയെയും കൂട്ടരെയും കൊണ്ട് നേരെ പോകുന്നത് അവനുണ്ടാക്കിയ വില്ലേജിലേക്കാണ്. ഇതേ സമയം തന്നെ അങ്ങ് എർത്തില് ഇപ്പൊ സമയം രാത്രിയാണ്. ഇപ്പൊ ഈ ഓവർവേൾഡിൽ നിന്ന് പോയ ഒരാളുണ്ടല്ലോ, അവനിപ്പോ അവിടെ ഹൈവേയിലാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് ആ മാർലിന്റെ വണ്ടി വന്നിട്ട് അവൻ ഇടിക്കുന്നത്. ഇടിച്ച ഉടനെ തന്നെ മാർലിനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ആ മനുഷ്യനെ കണ്ട് അവർക്ക് ശരിക്കും അത്ഭുതമായി. അങ്ങനെ മാർലിൻ ആ മനുഷ്യനെയും വിളിച്ചോണ്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ സ്റ്റീവ് അവരെയും കൊണ്ട് അവന്റെ ആ വില്ലേജിലെത്തി. ആ വില്ലേജിലേക്ക് കടക്കുമ്പോൾ അവൻ അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് അവിടുത്തെ വില്ലേജേഴ്സ് അവരൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവര് നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. അതാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ. അങ്ങനെ അവിടെയൊക്കെ നടന്ന് കാണുമ്പോഴാണ് പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കുന്നത്. ആ കാഴ്ച കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. അത് വലിയൊരു ഉരുക്കു മനുഷ്യനായിരുന്നു. അത് കാണുന്ന നത്താലി ആണെങ്കിൽ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം സ്റ്റീവ് പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? അത് നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഇതിനെ പറയുന്നത് അയൺ ഗോളം എന്നാണ്. ഇവിടെയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇവന്റെ ജോലി. വില്ലേജേഴ്സിന് നിങ്ങൾ ഒന്നും ചെയ്യാത്തടത്തോളം കാലം അവന് നിങ്ങളൊന്നും ചെയ്യത്തില്ല എന്നാണ് സ്റ്റീവ് പറയുന്നത്. അങ്ങനെ അടുത്തതായിട്ട് സ്റ്റീവ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെയുള്ള ഒരു ചിക്കൻ സ്റ്റാളിലേക്കാണ്. അവിടേക്ക് കൊണ്ടുപോയതിനു ശേഷം ലാവ കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സ്റ്റീവ് ഗ്യാരറ്റിന് കഴിക്കാൻ കൊടുക്കുകയാണ്. എന്തായാലും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇതേ സമയം തന്നെ സ്റ്റീവ് അവരെ പറ്റിച്ചു എന്ന കാര്യം മൽഘോഷ് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റീവിനെ പിടിച്ചിട്ട് ആ ഓർബ് തിരിച്ചെടുക്കാൻ വേണ്ടി അവള് പുതിയൊരാളെ അയക്കുകയാണ്. ഇത് ആ പിഗ്ലിൻസിന്റെ ജനറലാണ്. ഇവന്റെ പേരാണ് ചങ്കസ്. അങ്ങനെ സ്റ്റീവ് അടുത്തതായിട്ട് അവരെ കൊണ്ടുപോകുന്നത് അവന്റെ സീക്രട്ട് ആയിട്ടുള്ള സ്റ്റാഷിലേക്കാണ്. ഈ സ്റ്റാഷിനകത്താണ് അവൻ സമ്പാദിച്ചു വെച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിനകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അവൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സ്റ്റീവ് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് TNT ആണ്. ഇത് വെച്ച് എന്തും ബ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് ഫയർ വർക്ക് റോക്കറ്റ്സ്. പെട്ടെന്ന് ഉയർന്നു പറക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയുള്ളത് ബൂട്ട്സ് ഓഫ് സ്വിഫ്റ്റ്നെസ്. ഇതും പറക്കാൻ പറ്റുന്ന ബൂട്ടുകളാണ്. പിന്നെയുള്ളതാണ് ഡയമണ്ട് ആർമർ. അതിന്റെ ഫുൾ സെറ്റ് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുകൂടാതെ പിന്നെ കുറെ വാളുകളും. ഇതൊക്കെ യുദ്ധത്തിനുള്ള സന്നാഹങ്ങളാണ്. ഇത്രയും കാണിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റീവ് വീണ്ടും ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് അവർക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആ പോർട്ടൽ ഓപ്പൺ ആക്കണം. പക്ഷെ അവരുടെ കയ്യിലുള്ള എർത്ത് ക്രിസ്റ്റൽ നശിച്ചുപോയി. ഇനിയിപ്പോ ഈ ലോകത്ത് ആകെ ഒരൊറ്റ എർത്ത് ക്രിസ്റ്റലേ ഉള്ളൂ. അതിരിക്കുന്നത് വുഡ്ലാൻഡ് മാൻഷൻ എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലാണ്. ഇവിടെ നിന്ന് കുറെ ദൂരെയാണത്. അവിടേക്ക് പോകുമ്പോൾ ഇവർക്ക് ഒരുപാട് ആൾക്കാരെ നേരിടേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റീവ് ഇപ്പൊ ആ സ്റ്റാഷിലെ സാധനങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിലാണ് ഗ്യാരറ്റ് ഒരു ബോൾ പോലൊരു സാധനം എടുക്കുന്നത്. ഇതിന്റെ പേര് എൻഡർ പേൾ എന്നാണ്. ഇത് ഉപയോഗിച്ചിട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ബോൾ എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എറിയുന്ന ആള് അങ്ങോട്ടേക്ക് എത്തും. സ്റ്റീവ് ആ കാര്യങ്ങളൊക്കെയാണ് ഗ്യാരറ്റിന് പറഞ്ഞു കൊടുക്കുന്നത്. അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഗ്യാരറ്റ് ആ ബോൾ എടുത്തിട്ട് പുറകിലേക്ക് ഇട്ടു. അതോടുകൂടെ അവൻ അവിടെ നിന്ന് ടെലിപ്പോർട്ടായിട്ട് ആ ബോൾ വീണ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ സ്റ്റീവിന്റെ കയ്യിൽ ഈ എൻഡർ പേൾ ആകെ ഒന്നേ ഉള്ളൂ. അതിപ്പം ഗ്യാരറ്റ് തീർത്തു. ഇനി അടുത്തതായിട്ട് സ്റ്റീവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ്. ആ ലോകത്തിലെ പലതരത്തിലുള്ള എലമെന്റ്സ് എടുത്തിട്ട് ചില പ്രത്യേക പാറ്റേൺസിൽ ആ ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് വെക്കുകയാണെങ്കിൽ അവർക്ക് പുതിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു പരിപാടിയാണ് സ്റ്റീവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അയാൾ ഇപ്പം ആദ്യം ഒരു വാൾ ഉണ്ടാക്കിയെടുത്തു. അത് കാണുമ്പോൾ ഹെൻറിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ അവനും ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ നത്താലിയും ഡോണും കൂടെ ആ വുഡ്ലാൻഡ് മാൻഷനിലേക്ക് പോകാനുള്ള മാപ്പ് അന്വേഷിച്ചിട്ട് അവിടുത്തെ വില്ലേജേഴ്സിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവർ ആ വില്ലേജേഴ്സിന്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ആ ചങ്കസും ടീമും കൂടെ കുറെ നീരാളികളുടെ പുറത്ത് കയറി അങ്ങോട്ട് വരുന്നത്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ആ പിഗ്ലിൻസും സ്റ്റീവും ടീമും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റാണ്. പക്ഷെ അവർ ഒരുപാട് പേരുള്ളതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റീവും ടീമും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഇപ്പൊ നത്താലിയും ഡോണും സ്റ്റീവിന്റെയും ടീമിന്റെ അടുത്തു നിന്നും വേറെ ഭാഗത്താണ്. സ്റ്റീവും ടീമും ഇപ്പൊ നേരെ പോയിരിക്കുന്നത് ഒരു ബിൽഡിങ്ങിന് മുകളിലേക്കാണ്. ആ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ആ വുഡ്ലാൻഡ് മാൻഷൻ ഇരിക്കുന്നത്. എന്നാൽ ഇവർക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പറക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്റ്റീവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറിയുടെ പുറത്ത് ഒരു വിങ് സ്യൂട്ട് ഘടിപ്പിക്കുകയാണ്. ഇതിന് ഇലൈട്ര വിങ് സ്യൂട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ ആ സ്യൂട്ടുമായിട്ട് ആ വുഡ്ലാൻഡ് മാൻഷനിലേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്തതായിട്ട് ഗ്യാരറ്റ് ആണ് ആ വിങ് സ്യൂട്ടുമായിട്ട് അവിടെ നിന്ന് പറക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ പിഗ്ലിൻസ് ഒക്കെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വരുന്നത്. എന്നാൽ ഇപ്പൊ സ്റ്റീവിന്റെ കയ്യിൽ ഇനി ഒരു വിങ് സ്യൂട്ട് ഇല്ല.
അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എടുത്ത് ചാടുകയാണ്. അങ്ങനെ അവൻ നേരെ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഗ്യാരറ്റിന്റെ മുകളിലാണ്. അങ്ങനെ ഗ്യാരറ്റ് അവനെയും കൊണ്ട് അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. ഈ സമയം ആ പിഗ്ലിൻസും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ വെട്ടിച്ച് അവർ ആ വുഡ്ലാൻഡ് മാൻഷന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സ്റ്റീവിനെ പിടിച്ചിട്ട് ആ ഓർബ് തിരിച്ചെടുക്കുന്നതിൽ ചങ്കസ് പരാജയപ്പെട്ടു എന്ന കാര്യം ആ മൽഘോഷ് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവള് പുതിയ ഒരാളിറക്കുകയാണ്. ഇവനാണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരൻ. ഇതിന്റെ പേര് ഗ്രേറ്റ് ഹോഗ് എന്നാണ്. ഈ സമയം തന്നെ നതാലിയും ഡോണും കൂടെ ആ ഏരിയയിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ സമയം രാത്രിയായിട്ടുണ്ട്. ആ ക്രീപ്പേഴ്സ് ഒക്കെ അവർ അറ്റാക്ക് ചെയ്യാനും വരുന്നുണ്ട്. എന്നാൽ അവർക്കിപ്പോ അത് ശീലായി. അതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം അവരിങ്ങനെ കൂളായിട്ട് ഓരോരോ കാര്യങ്ങളും സംസാരിച്ച് മുന്നിലേക്ക് നടക്കുകയാണ്. ബാക്കിയുള്ളവർ എങ്ങോട്ടാണ് പോയത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനിലാണ് അവര്. ഈ സമയത്താണ് ഒരു ചെന്നായ അവരുടെ മുന്നിലേക്ക് വരുന്നത്. അത് കാണുന്ന ഡോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എല്ല് കൊടുക്കുകയാണ്. അതോടുകൂടെ അത് അവരുടെ ഫ്രണ്ട് ആവുകയും ചെയ്തു. അങ്ങനെ ഫ്രണ്ട് ആയി കഴിയുമ്പോൾ അവന്റെ കഴുത്തിൽ ആ പേര് എഴുതി വെച്ച സാധനം തെളിയാൻ തുടങ്ങി. അത് കാണുമ്പോഴാണ് ഇത് സ്റ്റീവിന്റെ ഡോഗായ ഡെന്നിസ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഡെന്നിസ് ഉടനെ തന്നെ സ്റ്റീവ് എവിടേക്കാണ് പോയത് എന്ന വഴി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ സ്റ്റീവും കൂട്ടരും ഇപ്പൊ ഒരു മൗണ്ടൈന്റെ അകത്തെത്തി. ഈ മൗണ്ടൈനെ പറയുന്നത് റെഡ് സ്റ്റോൺ മൗണ്ടൈൻസ് എന്നാണ്. അവിടെ ഇങ്ങനെ ഈ ചുവന്ന കളറിൽ തിളങ്ങുന്ന കല്ലുകളുണ്ടല്ലോ, ഇതാണ് റെഡ് സ്റ്റോൺസ്. അതിൽ നിന്നും ഭയങ്കര എനർജിയാണ് പുറത്തേക്ക് വരിക. അങ്ങനെ സ്റ്റീവും കൂട്ടരും അതിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങി. ആ ഏരിയയിൽ നിറയെ ട്രാപ്പുകളുണ്ട് എന്ന കാര്യം സ്റ്റീവിന് നേരത്തെ അറിയാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. ഈ സമയത്താണ് ഗ്യാരറ്റ് അറിയാതെ അവിടെയുള്ള ഒരു ബ്ലോക്കിൽ ചവിട്ടുന്നത്. അതൊരു ട്രാപ്പായിരുന്നു. അത് ചവിട്ടിയോടുകൂടെ അവന്റെ ദേഹത്തേക്ക് കുറെ മുള്ളുകളൊക്കെ തെറിച്ചു വീഴാൻ തുടങ്ങി. അതോടുകൂടെ ഗ്യാരറ്റ് അവിടെ നിന്ന് ഓടുകയും ചെയ്യുന്നു. കുറെ അധികം മുള്ളുകൾ അവന്റെ ദേഹത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓടുന്നതിനിടയിലാണ് ഒരു സാധനം അവന്റെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചിട്ട് അവൻ അവിടെ നിന്ന് തെറിച്ചു പോകുന്നത്. അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള ഒരു ലിവറിന്റെ അടുത്തേക്കാണ്. അതോടുകൂടെ ആ ലിവർ താഴുകയും ചെയ്തു. അങ്ങനെ ലിവർ മൂവ് ആയതോടുകൂടെ അവിടെ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വരികയാണ്. അതിനകത്താണെങ്കിൽ നിറയെ ഡയമണ്ട്സും. ഈ ഗ്യാരറ്റ് അന്വേഷിച്ച് നടന്നത് ഈ ഡയമണ്ട്സ് ആയിരുന്നു. അത് അവന് കിട്ടുകയും ചെയ്തു. പെട്ടെന്നാണ് അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ സ്റ്റീവിന് ആളെ മനസ്സിലായി. അത് ആ ഗ്രേറ്റ് ഹോഗായിരുന്നു. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ കുറെ ഓടി അവർ എത്തിച്ചേരുന്നത് അവിടെ ഉണ്ടാക്കി വെച്ച ഒരു റെയിൽ പാളത്തിലാണ്. അതിന്റെ മുകളിൽ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ആ വണ്ടിക്കുള്ളിലേക്ക് കയറി. ഈ വണ്ടി പ്രവർത്തിക്കുന്നത് ആ റെഡ് സ്റ്റോണിന്റെ പവറിലാണ്. അങ്ങനെ വളരെ വേഗത്തിൽ ആ വണ്ടി മുന്നോട്ട് പോവാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെയൊന്നും ആ റെഡ് സ്റ്റോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ വണ്ടി അവിടെ നിൽക്കുകയും ചെയ്തു. ഈ സമയത്താണ് കുറെ ജീവികൾ അവരെ പിടിക്കാൻ വരുന്നത്. ഇത് സ്റ്റീവിന്റെ തന്നെ ഒരു ഫാമാണ്. അവൻ തന്നെ ഉണ്ടാക്കിയ ജീവികളാണിത്. ആ ജീവികളെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ആ ഗ്രേറ്റ് ഹോഗ് അങ്ങോട്ട് ഓടി വരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ റെഡ് സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ട് വണ്ടി മൂവ് ആവുന്നുമില്ല. അങ്ങനെ സ്റ്റീവ് പറഞ്ഞതിനെ തുടർന്ന് ഗ്യാരറ്റ് ആ വണ്ടി തള്ളാൻ തുടങ്ങി. കുറച്ച് മുന്നിലായിട്ട് റെഡ് സ്റ്റോൺ കാണുന്നുണ്ട്. അവിടേക്ക് തള്ളി എത്തിക്കാനാണ് സ്റ്റീവ് ഇപ്പൊ ഗ്യാരറ്റിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഗ്രേറ്റ് ഹോഗ് അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ റെഡ് സ്റ്റോണിന്റെ അടുത്തെത്തി. അതോടുകൂടെ വളരെ വേഗത്തിൽ ആ വണ്ടി മുന്നോട്ട് പോവാണ്. അങ്ങനെ അവർ ആ വുഡ്ലാൻഡ് മാൻഷന്റെ മുന്നിലെത്തി. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ ഈ ഗ്യാരറ്റും ഹെൻറി അറിയാനുണ്ട്. അതാണ് ഇപ്പൊ സ്റ്റീവ് പറഞ്ഞു കൊടുക്കുന്നത്. ആ വുഡ്ലാൻഡ് മാൻഷന് 3 ഫ്ലോറുകളാണ്. അതിൽ ആദ്യത്തെ ഫ്ലോറിൽ മുഴുവൻ വിൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ജീവികളുണ്ട്. പക്ഷെ അവരത്ര അപകടകാരികളല്ല. അവരുടെ കയ്യിൽ ആക്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. രണ്ടാമത്തെ ഫ്ലോറിലുള്ളത് ഇവോക്കേഴ്സ് ആണ്. അവരും വലിയ കുഴപ്പമില്ല. പിന്നെയുള്ളത് 3ാമത്തെ ഫ്ലോർ. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ എർത്ത് ക്രിസ്റ്റൽ ഉള്ളത്. ആ എർത്ത് ക്രിസ്റ്റലിനെ സംരക്ഷിക്കുന്നത് എൻഡർമാൻ ആണ്. അവന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവന്റെ മുഖത്തേക്ക് നോക്കരുത് എന്നാണ് സ്റ്റീവ് അവരുടെ അടുത്ത് പറയുന്നത്. ഇവിടെ വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ്ലാൻഡ് മാൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നതും അവിടെ ഇത്ര സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നതും ഈ സ്റ്റീവ് തന്നെയാണ്. അങ്ങനെ ഉടനെ തന്നെ അവർ ആ വുഡ്ലാൻഡ് മാൻഷന്റെ അടുത്തെത്തി. ഇപ്പൊ ആദ്യത്തെ ഫ്ലോറിലുള്ള ആൾക്കാരുടെയൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീവും ഗ്യാരറ്റും കൂടെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാണ്. ഈ സമയം ഹെൻറി ആണെങ്കിൽ 3ാമത്തെ ഫ്ലോറിലേക്ക് എത്തി. അങ്ങനെ അവിടെ നിന്നും അവൻ ആ എർത്ത് ക്രിസ്റ്റൽ എടുക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ആ എൻഡർമാൻ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് സ്റ്റീവിനെ തുറച്ചു നോക്കാൻ തുടങ്ങി. ഈ സമയം ഹെൻറിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ രൂപങ്ങളാണ് അവന്റെ മുന്നിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. എങ്കിലും അതിൽ നിന്നൊന്നും പതറാതെ അവൻ ആ എൻഡർമാൻ അടിച്ചു കൊല്ലുകയാണ്. അങ്ങനെ ആ എൻഡർമാന്റെ പണി തീർത്ത് കഴിയുമ്പോൾ അവനിപ്പം ഒരു എൻഡർ പേള് കിട്ടി. അതായത് ആ ടെലിപ്പോർട്ട് ചെയ്യുന്ന സാധനം. അങ്ങനെ ആ എർത്ത് ക്രിസ്റ്റൽ കിട്ടിയതിനെ തുടർന്നിട്ട് ഹെൻറി ബാക്കിയുള്ളവരെയും കൊണ്ട് ആ വുഡ്ലാൻഡ് മാൻഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ ആ വുഡ്ലാൻഡ് മാൻഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു പാലമുണ്ട്. അവരിപ്പോ അതിന്റെ മുകളിലാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ മൽഘോഷിയും ടീമും കൂടെ ആ നീരാളിയുടെ പുറത്തങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആ നീരാളിയുടെ പുറത്തു നിന്നും പിഗ്ലിൻസ് ഒക്കെ പാലത്തിലേക്ക് ഇറങ്ങി. അവരുടെ എല്ലാവരുടെയും കയ്യില് ആ TNT ഉണ്ട്. അപ്പൊ ആ പാലം തകർക്കാനാണ് അവരുടെ പ്ലാൻ എന്ന കാര്യം സ്റ്റീവിനും ഗ്യാരറ്റിനും മനസ്സിലായി. ഈ സമയം ഗ്യാരറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹെൻറി എടുത്തിട്ട് ഒരു നീരാളിയുടെ അടുത്ത് കയറിയാണ്. അതോടുകൂടെ അവന്റെ ദേഹത്ത് കെട്ടിയിട്ട് ആ നീരാളിയുടെ പുറത്തുണ്ടായിരുന്ന പിഗ്ലിൻസ് ഒക്കെ താഴേക്ക് വീഴുകയും ചെയ്തു. അടുത്തതായിട്ട് സ്റ്റീവും ആ നീരാളിയുടെ മുകളിലേക്ക് ചാടി കയറി. എന്നാൽ ഗ്യാരറ്റിന് ഇപ്പൊ ചാടാൻ പറ്റുന്നില്ല. അവന്റെ മുന്നിലായിട്ട് ആ പിഗ്ലിൻസ് ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ പോയിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്ക് എന്നാണ് ഗ്യാരറ്റ് വിളിച്ചു പറയുന്നത്. അതിനുശേഷം അവൻ വേഗം ചെന്നിട്ട് ആ പിഗ്ലിൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ സമയത്താണ് ആ പാലം പൊട്ടിത്തെറിക്കുന്നത്.
അതോടുകൂടെ സ്റ്റീവും ഹെൻറിയും നിന്നിരുന്ന ആ നീരാളി അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അങ്ങനെ കുറെ ദൂരേക്കാണ് അവർ ചെന്ന് വീഴുന്നത്. അങ്ങനെ പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ അവരിപ്പോ ഒരു വീട്ടിന്റെ ഉള്ളിലാണ്. നത്താലിയും ഡോണും കൂടിയാണ് അവരിപ്പോ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റീവ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ മുന്നിൽ ഡെന്നിസ് ആണ്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായി. എന്നാൽ ഇനിയാണ് അവർക്ക് അടുത്ത പ്രശ്നം വരുന്നത്. ആ ഓർബ് ഇപ്പം ആ മൽഗോഷയുടെ കയ്യിൽ കിട്ടി. അങ്ങനെ അതിന്റെ നിർദ്ദേശപ്രകാരം ഒരു പിഗ്ലിൻ മുകളിലേക്ക് ചെന്ന് ആ ഓർബ് ഒരു പ്രത്യേക സ്ഥാനത്ത് വെക്കുകയാണ്. അതോടുകൂടെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശമാണ് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഓവർവേൾഡ് മൊത്തത്തിൽ ഇപ്പൊ ഇരുട്ടു മൂടിയിരിക്കുകയാണ്. അതായത് അവര് സൂര്യനെ മൊത്തം മറിച്ചു കളഞ്ഞു. ഇനിയിപ്പം മൽഗോഷയ്ക്കും ടീമിനും സുഖമായിട്ട് ഓവർവേൾഡിൽ ജീവിക്കാൻ പറ്റും. ഈ പരിപാടിയൊക്കെ ആ വീടിനകത്ത് ഇരുന്നിട്ട് സ്റ്റീവും ടീമും കാണുന്നുണ്ട്. ഓവർവേൾഡ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ സ്റ്റീവ് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പിഗ്ലിൻസിനുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് അവനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരും അവനെ സപ്പോർട്ട് ചെയ്യാണ്. ഇതേ സമയം തന്നെ ആ പിഗ്ലിൻസ് മൊത്തത്തിലിപ്പം അവരുടെ ലോകത്തു നിന്നും ഓവർവേൾഡിലേക്ക് വന്നിരിക്കുകയാണ്. അവരിപ്പോ അവിടെ അങ്ങനെ ആർമി പോലെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് സ്റ്റീവിന്റെ നേതൃത്വത്തിൽ കുറെ അയൺ ഗോളംസ് അങ്ങോട്ട് വരുന്നത്. പിന്നീട് നടക്കുന്നത് ഒരു ഗംഭീര യുദ്ധമാണ്. അങ്ങനെ ആ യുദ്ധം നടക്കുന്നതിനിടയിൽ സ്റ്റീവ് ആണെങ്കിൽ ആ ഡയമണ്ട് ആർമർ ഇട്ടിട്ട് ആ മൽഗോഷയുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് പോയിരിക്കുന്നത്. അവൻ അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ഒരു വാളുമായിട്ട് മൽഗോഷയുടെ നേർക്ക് ജമ്പ് ചെയ്യാണ്. എന്നാൽ അവൻ മൽഗോഷയുടെ അടുത്ത് എത്തുന്നില്ല. അതിനു മുമ്പേ അവൻ താഴേക്ക് വീണു. ഈ സമയം മൽഗോഷയാണെങ്കിൽ അതിന്റെ കയ്യിലെ വടി വെച്ചിട്ട് അവന്റെ ആ ഡയമണ്ട് ആർമർ മൊത്തം തകർത്ത് കളയാണ്. ഇതേ സമയം തന്നെ നത്താലിയും ഹെൻറിയും കൂടെ ആ ഓർബ് ഇരിക്കുന്നതിന്റെ നേരെ താഴെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവന് മുകളിലേക്ക് കയറണം. അതിന് അവന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. അത് ആ എൻഡർ പേളായിരുന്നു. അവൻ ഉടനെ തന്നെ ആ എൻഡർ പേള് മുകളിലേക്ക് തൊടുത്തുവിടാണ്. അതോടുകൂടെ അവൻ ടെലിപ്പോർട്ടായിട്ട് ആ എൻഡർ പേള് വീണ സ്ഥലത്തേക്ക് എത്തി. ഇപ്പൊ അവന്റെ തൊട്ടടുത്താണ് ആ ഓർബ് ഇരിക്കുന്നത്. എന്നാൽ അവൻ ആ ഓർബ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ഗ്രേറ്റ് ഹോഗ് അവന് നേരെ ഫയർ ചെയ്തു. അതോടുകൂടെ അവൻ തെറിച്ച് താഴേക്ക് വീഴാണ്. അങ്ങനെ ഹെൻറി ആ വലിയ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഗ്യാരറ്റ് ഒരു നീരാളിയുമായിട്ട് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ഹെൻറിയെ പിടിച്ച് അതിനകത്തേക്ക് കയറ്റാണ്. അങ്ങനെ ഗ്യാരറ്റും ഹെൻറിയും കൂടെ ആ നീരാളിയിൽ നിന്ന് ഫയർബോൾസ് എറിഞ്ഞിട്ട് ആ ഓർബ് ഇരിക്കുന്ന ബിൽഡിംഗ് മൊത്തം തകർത്ത് കളയാണ്. അതോടുകൂടെ ഓർബ് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ ആ ഓർബ് താഴേക്ക് വീണ് കഴിയുമ്പോൾ ആ ഇരുട്ടൊക്കെ മാറിയിട്ട് സൂര്യൻ വെളിയിലേക്ക് വരാണ്. അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന പിഗ്ലിൻസ് ഒക്കെ കത്താൻ തുടങ്ങി. ഈ സമയം തന്നെ സ്റ്റീവ് ആണെങ്കിൽ ആ മൽഗോഷയുടെ അടുത്താണല്ലോ നിൽക്കുന്നത്. പക്ഷെ മൽഗോഷയാണെങ്കിൽ സൂര്യപ്രകാശം വന്നതിനെ തുടർന്ന് നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കീഴ്പ്പെടുത്താൻ സ്റ്റീവിന് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൽഗോഷയുടെ പണി തീർത്തതിന് ശേഷം സ്റ്റീവ് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഓർബ് സ്റ്റീവിന് തന്നെ തിരിച്ചു കിട്ടി. ആ ഓർവേൾഡ് ഇപ്പോ പഴയതുപോലെ തന്നെ സുന്ദരമായി തീരുകയും ചെയ്തു. ഈ സമയം ഭൂമിയിലേക്കുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ പോർട്ടൽ വഴി പുറത്തേക്ക് പോവാണ്. ആദ്യമൊന്നും സ്റ്റീവിന് ആ ലോകം വിട്ടു പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് അവന് അവരുടെ കൂടെ ഭൂമിയിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ നാട്ടിലെത്തിയതിനു ശേഷം അവരാദ്യം ചെയ്യുന്നത് ഗ്യാരറ്റിന്റെ ആ വീഡിയോ ഗെയിം സ്റ്റുഡിയോ ഒന്ന് സെറ്റപ്പ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്റ്റീവും അവന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ആ വീഡിയോ ഗെയിം സ്റ്റോറിൽ നല്ല ബിസിനസ് ആണ്. അവരിപ്പം പുതിയൊരു ഗെയിം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡോൺ ഇപ്പം പുതിയൊരു മൃഗശാല തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഡെന്നിസിനെ അവൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നത്താലി ആണെങ്കിൽ സെൽഫ് ഡിഫൻസിന്റെ ഒരു ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. ഹെൻറി ആണെങ്കിൽ അവന് സ്കൂളിലേക്ക് ചെന്നിട്ട് ആ ജെറ്റ് പാക്ക് ഒക്കെ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ജെറ്റ് പാക്ക് പഴയതുപോലെയല്ല, ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും അവനെ നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്. ഇനിയുള്ളത് ആ ഓവർവേൾഡിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന അവിടുത്തെ ആ മനുഷ്യന്റെ കാര്യമാണ്. അത് മറ്റെവിടെയുമല്ല, അതിപ്പോ ആ മാർലിന്റെ കൂടെയാണ്. അവളിപ്പോ അവളുടെ ഹസ്ബൻഡിനെ ഒഴിവാക്കിയിട്ട് ആ മനുഷ്യന്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഇത്രയും കാലം അത് സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പം അവൾ അതിനെ സംസാരിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ലൈഫ്. ഇതോടുകൂടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയറിയിക്കാൻ മറക്കരുതേ. അപ്പൊ ഇത് പുതിയ ചാനലാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.